തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലയ്ക്ക് അടിച്ചു കൊന്നു. ഇരിങ്ങാലക്കുട സ്വദേശിയായ 17-കാരൻ അഭിഷേകാണ് കൊല്ലപ്പെട്ടത്. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിലാണ് സംഭവം. ഗോകുൽ VS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ ഏകദേശം 6:30 കൂടിയാണ് തൃശൂർ രാമനാഥപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ ഞെട്ടിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് ഒരു 17 വയസ്സുകാരനെ 15 വയസ്സുകാരൻ ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലായത് ഇന്നലെ രാത്രി ഇരുവരും തമ്മിലൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികളും അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരും ഒക്കെ ചേർന്ന് ആ പ്രശ്നം പരിഹരിച്ച് അത് സോൾവ് ആക്കിയതാണ്. പക്ഷേ ഇന്ന് രാവിലെ ആ കുട്ടിക്ക് ചെറിയ പരിക്കുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് വീണ്ടും ദേഷ്യം വന്ന് 15 വയസ്സുകാരൻ ഈ 17 വയസ്സുകാരൻ്റെ തലയിൽ ചുറ്റികയടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അഭിഷേക് എന്നാണ് മരിച്ച 17 വയസ്സുകാരൻ്റെ പേര്. ഈ അഭിഷേകിനെ ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രീതിയിൽ കാണുകയും അതിനുശേഷം അവിടെയുള്ളൊരു ചിൽഡ്രൻസ് ഹോമിലേക്കും അതിനുശേഷം പിന്നീട് തൃശ്ശൂർ രാമനാഥപുരത്തേക്കും എത്തിക്കുകയായിരുന്നു. 18 വയസ്സ് കഴിയാൻ 1 മാസം മാത്രമേ അവന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു കുട്ടിയുമായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഏതായാലും 15 വയസ്സുകാരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ജില്ലാ കളക്ടറും തൃശ്ശൂർ SP-യും ഈ സംഭവ സ്ഥലം സന്ദർശിച്ചു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, ഇതിൽ ആർക്കെങ്കിലും വീഴ്ചയുണ്ടായെങ്കിൽ, ഈ കെയർ ഹോമിൻ്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും വീഴ്ചയുണ്ടായെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികളും ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. 15 വയസ്സുള്ള കുട്ടി 1 മാസം ആവുന്നേ ഉള്ളൂ ഇവിടെ എത്തിയിട്ടുള്ളത്. മരണപ്പെട്ട കുട്ടി ആക്ച്വലി UP നിന്നാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുള്ള കെയർ ടേക്കർമാർ 2 പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. അതേസമയം തന്നെ SP വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ കുട്ടി 15 വയസ്സായ കുട്ടിയാണ്. ചിൽഡ്രൻസ് ആക്ട് അനുസരിച്ച് അതനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് തൃശ്ശൂർ SP-യും വ്യക്തമാക്കിയത്. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഇന്ന് രാവിലെ പുറത്തു വന്നത്.